ഹായ് ഹലോ ഫ്രണ്ട്സ്, നല്ല പഴുത്ത ചക്കയുണ്ടെങ്കിൽ കളയരുത്. ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. അതിനായിട്ട് വരിക്കച്ചക്ക എടുത്ത, നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാറ്? വരിക്കച്ചക്ക എന്നാണ് ഇവിടെ പറയാറ്. ഇതുപോലെ ചുള പറിച്ചെടുത്ത് നടുമുറിച്ച് ഇതിൻ്റെ കുരു കളയണം. ഇതുപോലെ എല്ലാം കുരു കളഞ്ഞെടുത്തു. കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 1-2 വിസിലിന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ചെടുക്കാം. ഇതിൽ വേവിക്കാൻ വെക്കണം. ഇനി വേണ്ടതാണ് ശർക്കര പാനി. അതിനായിട്ട് 2 ശർക്കര എടുക്കാം. നല്ല മധുരമുള്ള ചക്കയാണ്, അതിനാൽ 2 ശർക്കര മതിയാവും. പിന്നെ വേണ്ടതാണ് അരമുറി തേങ്ങ ചിരവിയെടുക്കണം. വെന്ത ചക്ക മിക്സി ജാറിലിട്ട് നന്നായി ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം. ശർക്കര പാനി ചെറുതായി ചെറിയ ചൂടിൽ ചക്ക അരച്ചതിലേക്ക് കുറച്ചായി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി വേണ്ടത് 2 ബൗൾ അരിപ്പൊടിയാണ്. അത് കുറച്ചായി യോജിപ്പിച്ച് ഇളക്കി ഈ ഒരു രൂപത്തിലാക്കി എടുക്കണം. ഇനി ചിരവിയ തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തതിലേക്ക് 5 ഏലക്കായ ചതച്ചത് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ആവിയിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് പട്ടയുടെ ഇല, വാഴയിലയും ഉപയോഗിക്കാം. പട്ടയുടെ ഇല നല്ല മണവും രുചിയും ആയിരിക്കും. ഇലയിൽ തടവാൻ ആവശ്യമായ കുറച്ച് നെയ്യ് എടുത്ത് ഇലയിൽ തടവിയതിന് ശേഷം ചക്കയുടെ മിശ്രിതം ഇട്ട് കൊടുത്ത് ഇതുപോലെ അമർത്തിയതിന് ശേഷം ആവിത്തട്ടിലിട്ട് വേവിച്ചെടുക്കാം. വൈകുന്നേരത്ത് ചായയുടെ കൂടെ കഴിക്കാൻ നല്ലതായിരിക്കും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. Thank you for watching.